പൂക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് തൂക്കിയത് ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോണാണ്. വിഷയം വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ തന്നെയാണ്. വലിയ പ്രതീക്ഷയാണ് നൽകിയത് ജൻസിക്ക്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനും UDF നേതാക്കളും അതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ജൻസിയുടെ വോട്ട് പിടിക്കുക എന്നത്. എന്നാൽ അധികാരത്തിലേറിയ ശേഷമോ ജൻസിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അവരുടെ ആവശ്യത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തത് വി.ഡി. സതീശനും UDF സർക്കാരും. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് സഭയിൽ നടന്ന ചോദ്യവും ഉത്തരവും. സജി ചെറിയാൻ LDF അംഗം ചോദിക്കുന്നു, മറുപടി പറയുന്നു സി.പി. ജോൺ. കേൾക്കാം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാക്കുകൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജൻസിയും പൂക്കിയും ഒക്കെ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടുത്തി. അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. യുവജനങ്ങൾക്ക് വലിയ ഇളവുകൾ നൽകുമെന്ന് വാഗ്ദാനമാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി നൽകിയത്. ഇപ്പോൾ പ്രഖ്യാപിച്ച ഇളവുകൾ നിലവിൽ തന്നെ നിയമവിധേയമായിട്ടുള്ളതാണ്. സാർ, ഇവരെ ആക്ഷേപിക്കുന്നത് തുല്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ യുവാക്കൾ ആഗ്രഹിക്കും വിധമുള്ള മോഡിഫിക്കേഷൻ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ, നിയമം അനുവദിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾക്കാണ് അംഗീകാരം നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്? മിനിസ്റ്റർ. മോഡിഫിക്കേഷനുകൾ അനുവദിക്കുന്ന കാര്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള നിയമാവലികൾ നമുക്ക് ബാധകമാണ്. എങ്കിൽ പോലും അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ, അതിൽ പ്രത്യേകിച്ച് അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ കളർ കോഡിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അപകടകരമല്ലാത്ത ഫിറ്റിങ്സ് വയ്ക്കുന്ന കാര്യത്തിൽ, വാഹനത്തിൻ്റെ പുറത്തേക്ക് തുറച്ചു നിൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പിടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള മോഡിഫിക്കേഷൻസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം കേന്ദ്ര നിയമമാണ്. വലിയ മാറ്റമൊന്നും വരുത്താൻ കഴിയില്ല. നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് പരിശോധിക്കുന്നുണ്ട്. ഇതാണ് മറുപടി. എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്ന് നേരത്തെ ഒരു പട്ടിക പുറത്തുവിട്ടിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ആളാണ് വി.ഡി. സതീശൻ. അദ്ദേഹം പഠിക്കാതെയായിരിക്കുമോ ഇത് പറഞ്ഞിട്ടുണ്ടാകുക? അല്ല, ജൻസിയെ തൽക്കാലം കബളിപ്പിക്കുക, അവരുടെ വോട്ട് വാങ്ങിക്കുക, ജയിക്കട്ടെ, അതിനുശേഷമല്ലേ മോഡിഫിക്കേഷൻ. ഇല്ലെങ്കിൽ എന്താ, 5 വർഷം എന്തായാലും UDF ഭരിക്കുമല്ലോ. ഇതാണ് നിലപാട്. ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നാം അത് കണ്ടതാണ്. ഇത് സുനിൽ കനോഗുലുവിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു. അതിന് നല്ല പ്രചാരണം കൊടുക്കുകയാണ് ചെയ്തത് UDF നേതാക്കൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ അത് പരസ്യമായി പറയുകയും വലിയ കയ്യടി ജൻസിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ നടത്തിയ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ യൂട്യൂബുകാരനെ കൊണ്ട് ചോദിപ്പിച്ചു, എന്തേ മോഡിഫിക്കേഷൻ എന്തായി എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയും അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അതുപയോഗിച്ച് വീണ്ടും മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ പ്രചാരണം നടത്തി. ഇതാ പൂക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട്, ജൻസിയുടെ കയ്യടി ലഭിച്ചിരിക്കുന്നു വി.ഡി. സതീശന് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അധികം നാള് വേണ്ടി വന്നില്ല. ജൻസിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്, അവരെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ചെയ്തത് ഈ സർക്കാർ എന്നത് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. സഭയിലും ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ അക്കാര്യം പറയുകയും ചെയ്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ UDFിൻ്റെ, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തെ തന്നെ തള്ളിപ്പറയുകയാണ് ചെയ്തത് സി.പി. ജോൺ. സ്വാഭാവികമായും അത് മുഖ്യമന്ത്രിക്കേറ്റ തിരിച്ചടിയാണ്, UDFിന് കൊടുത്ത നല്ലൊരു അടികൂടിയാണ്. സി.പി. ജോൺ ഇന്നല്ല, നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു, നിയമത്തിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അത് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ എന്ന ചോദ്യവും ചോദിച്ചിരുന്നു സി.പി. ജോൺ. എന്ന് വെച്ചാൽ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുക. ഇത് ഒന്നല്ല, നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഈ ഒരു മാസത്തിനിടെ പറഞ്ഞതെല്ലാം യൂട്ടേൺ അടിക്കുന്ന കാഴ്ച അത് തന്നെയാണ് വാഹനങ്ങളുടെ മോഡിഫിക്കേഷനിലൂടെയും കണ്ടത്. ജൻസിയെ കബളിപ്പിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്.